തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചേർന്ന ആദ്യ ഭരണസമിതി യോഗത്തിൽ തന്നെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശികയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷം രംഗത്ത് വന്നത്. PMAY പദ്ധതിയിൽ വീട് ലഭ്യമാകാതെ വലയുന്ന നിർധനർക്കു വേണ്ടിയും കോൺഗ്രസ് അംഗങ്ങൾ സംസാരിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസത്തോളമായി തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ലെന്നും ഏറെ ബുദ്ധിമുട്ടിലായ തൊഴിലാളികൾ അവരുടെ അവകാശ ലംഘനത്തിൽ ദുരിതത്തിലാണെന്നും എത്രയും വേഗത്തിൽ ശമ്പളം നൽകി തുടങ്ങണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സുരേഷ് തെങ്ങിത്തോട്ടം ചർച്ചയിൽ അജണ്ട വച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 6 മാസക്കാലമായി തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല. അവരെ വളരെ ഏറെ ബുദ്ധിമുട്ടിലാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. UPA സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ തൊഴിൽ നിയമങ്ങളിലൂടെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 125 തൊഴിൽ ദിനങ്ങൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്കെതിരെ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന രീതിയിലുള്ള, കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് കഴിഞ്ഞ 6 മാസക്കാലമായി പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല എന്നുള്ള വിഷയവുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ അജണ്ടയായി വെച്ചത്. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് അവർക്ക് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാരിൻ്റെ വീതവും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഇന്നത്തെ ഒരു പ്രതിഷേധം ഇവിടെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വലിയ തോതിലുള്ള ഒരു സമര പരിപാടികൾക്ക് ഞങ്ങൾ രൂപം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് ലഭ്യമായിട്ടില്ലാത്തതിനാൽ കുടിശ്ശിക വിതരണം ചെയ്യുവാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിന് കീഴിൽ PMAY പദ്ധതിയിൽ വീടുകൾ നിർമ്മിക്കുന്നത് മോഹന വാഗ്ദാനത്തിൽ ഒതുങ്ങി എന്നതല്ലാതെ അവരുടെ സ്വപ്നം പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ബ്ലോക്ക് മെമ്പർ വിനോദ് കുമാർ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലെ 6 പഞ്ചായത്തുകളിലായിട്ട് ഏകദേശം 800-900ഓളം PMAY വീടുകൾ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 300 പേർക്കാണ് അതിലെ ഒരു ഗഡു മാത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 400ഓളം പേര് ഏകദേശം വീടിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഈ ഒരു ഗഡു കൊടുത്തവരും 2 ഗഡു കൊടുത്തവരുമെല്ലാം വീട് പാതി വഴിയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വെയിലും മഴയും വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാതെ എത്ര പേർക്ക് നമ്മുടെ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യവുമില്ലാതെ ഒരു എഗ്രിമെൻ്റ് വെച്ച് ഒരുപാട് പേർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും എന്നാൽ ഇപ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്കും അതുപോലെ മറ്റു പഞ്ചായത്തുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് മെമ്പർമാരായ അശോകൻ, ഹരിപ്രഭ, ജസീറ, ജയകൃഷ്ണൻ MP എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു.